ഇപ്പോൾ നമ്മുടെ കൂടെയുള്ളത് വീൽസിന്റെ ബിസിനസ് ഹെഡ് മിസ്റ്റർ വിനയ് ശങ്കറാണ്. ഹായ്. അപ്പോൾ ആൻസി മാം ഒരുപാട് കാര്യങ്ങൾ വീൽസിന്റെ തുടക്കവും അതിലുള്ള ഫ്ലീറ്റ്സിന്റെ ഡീറ്റെയിൽസും ഒക്കെയാണ് തന്നത്. എനിക്കറിയാൻ കൗതുകം അതിൻ്റെ ബാക്ക് എൻഡ് ഓപ്പറേഷൻസ് ആണ്. കാരണം ഏത് സമയത്ത് വിളിച്ചാലും, ഞാനിപ്പോൾ ഒരു രാത്രി 10 മണിക്കാണ് എൻ്റെ വണ്ടി ബുക്ക് ചെയ്തത്, അല്ലെങ്കിൽ 12 മണിക്കാണെന്നുണ്ടെങ്കിൽ 11:50 ആകുമ്പോഴേക്കും വണ്ടിയും അവിടെ ഒരു കൺസൾട്ടൻറ്റും ഉണ്ടായിരിക്കും. ഒരു 1-2 മണിക്കൂർ മുമ്പ് അവർ നമ്മളെ വിളിച്ചിട്ട് എത്താറായോ, എന്തായി, നമ്മുടെ എല്ലാ അപ്ഡേറ്റ്സും ചോദിക്കുന്നുണ്ട്. എങ്ങനെയാണ് ഈ ഒരു ബിസിനസ് ഓപ്പറേഷൻസ് നടത്തുന്നത്? ബേസിക്കലി ഞങ്ങൾ ഇറസ്പെക്റ്റീവ് ഓഫ് ഹോളിഡേയ്സ്, ഹർത്താൽ, 365 days 24/7 റൗണ്ട് ദ ക്ലോക്ക് ആണ് ഓപ്പറേഷൻസ്. ഗ്രേറ്റ്. അത് ബുക്കിംഗ്സിലാണെങ്കിലും ഓപ്പറേഷൻസിലാണെങ്കിലും വെഹിക്കിൾ മെയിൻ്റനൻസിലാണെങ്കിലും റോഡ് സൈഡ് അസിസ്റ്റൻസിലാണെങ്കിലും വി ഹാവ് ടു ഡു ദാറ്റ്. സോ ഇതിന്റെ നമ്മുടെ ഫോർ ഫ്രണ്ട് എന്ന് പറയുന്നത് വി ഹാവ് ഗോട്ട് എ ഇൻഹൗസ് വെബ് ആപ്ലിക്കേഷൻ, കസ്റ്റമർ ആപ്ലിക്കേഷൻ ഉണ്ട്, പിന്നെ ഞങ്ങളുടെ ഇന്റേണൽ ആയിട്ടുള്ള ഒരു ഓപ്പറേഷൻ മോഡലും ഉണ്ട്. അപ്പൊ ഈ ഒരു എക്കോസിസ്റ്റം വെച്ചിട്ടാണ് നമ്മൾ 24/7 ഇപ്പൊ ഇന്ന് ഓൾറെഡി കമ്മിറ്റ് ചെയ്തേക്കുന്ന ബുക്കിംഗ്സ് ഹാൻഡിൽ ചെയ്യാനായിട്ടുള്ള പരിപാടികൾ, കംപ്ലീറ്റ് ചെയ്ത സംഭവങ്ങളുടെ ബില്ലിങ്ങിന് വേണ്ടിയുള്ള പരിപാടിയുണ്ട്, ഫ്യൂച്ചർ ബുക്കിംഗ്. സോ ഇന്ന് ഇപ്പം അർജുൻ ചേട്ടന് ഈ വരുന്ന 2024 ഡിസംബറിലേക്കോ 2025 ഡിസംബറിലേക്കോ ഉള്ള അവൈലബിലിറ്റി പോലും സൈറ്റിൽ ഓപ്പൺ ആണ്. അപ്പോൾ അതൊരു ഫസ്റ്റ് കം ഫസ്റ്റ് സർവ് ബേസിസിലാണ് നമ്മുടെ വെബ്സൈറ്റിൽ സെർച്ചും അതിന് അഗൈൻസ്റ്റ് ആയിട്ടുള്ള റിസർവേഷനും നടക്കുന്നത്. സോ ഈവൻ അതെങ്ങനെയാണെന്ന് പറയുകയാണെങ്കിൽ, സോ എൻ്റെ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ 270 odd ഫ്ലീറ്റ് ആണ് ലൈവ് ആയിട്ടുള്ളത് ഇൻ 2 wheelers and 4 wheelers. അപ്പോൾ ഇത് പല സിറ്റിയിലായിട്ടാണ് ഡിപ്ലോയ് ചെയ്തേക്കുന്നത്. ഇപ്പോൾ കാറിൻ്റെ ഓപ്പറേഷനും ബൈക്കിൻ്റെ ഓപ്പറേഷനും ആയിട്ട് കുറച്ച് വേരിയേഷൻസ് ഉണ്ട്. സോ ഐ സ്റ്റാർട്ട് വിത്ത് കാറിൻ്റെ ഓപ്പറേഷൻ പറയുകയാണെങ്കിൽ നമുക്ക് എല്ലാ സിറ്റിയിലും ഒരു മെയിൻ ഹബ് ഉണ്ടാവും. ആ യാർഡിലായിരിക്കും വെഹിക്കിൾ എല്ലാം സ്റ്റോക്ക് ചെയ്തിരിക്കുന്നത്. അവിടെ തന്നെ നമ്മുടെ വാഷിങ്ങും ചെക്കപ്പും ഗാരേജും എല്ലാം ഇൻഹൗസ് ആയിട്ടുണ്ട്. ഓക്കെ, അത് പറഞ്ഞപ്പോൾ വാഷിംഗ് എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് ഞാൻ കണ്ടൊരു കാര്യം എന്ന് പറയുന്നത്, ഏത് വെഹിക്കിൾ നമുക്ക് വേണം അത് നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കും. ഇപ്പോൾ ഈ ഓഫീസ് ടൈം നമുക്ക് മനസ്സിലാക്കാം, നമുക്കൊരു വാഷിംഗ് സെന്റർ ഉണ്ടായിരിക്കും, അല്ലാന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലും കൊടുത്ത് വാഷ് ചെയ്യിക്കുന്നത്. ഈ രാത്രി വരുന്ന വണ്ടികളൊക്കെ എങ്ങനെയാണ് അങ്ങനെ ക്ലീൻ ആക്കി വാഷ് ചെയ്ത്? നമ്മുടെ എല്ലാ ബുക്കിങ്ങിനും ഒരു 3 hour വിൻഡോ ഉണ്ട്. സോ ഈ 3 hour വിൻഡോന്റെ ഇടയിൽ ശരിക്കും തൊട്ട് മുന്നത്തെ ഡ്രോപ്പ് ഓഫ്, ഇപ്പോൾ ഹോം ഡ്രോപ്പ് ആണെങ്കിൽ അതൊന്ന് തിരിച്ചു കൊണ്ടുവരിക, നമ്മുടെ വണ്ടി ചെക്കപ്പ് ചെയ്ത് ക്ലീൻ ചെയ്തിട്ടേ അടുത്ത കസ്റ്റമറിന് കൊടുക്കുള്ളൂ. അതിപ്പോൾ ഒരു 2 hours ബുക്കിംഗ് ആണെങ്കിലും ഈ പ്രോസസ്സിലൂടെ ആയിരിക്കും പോകുന്നത്. അപ്പോൾ അത് മാൻഡേറ്ററി ആയിട്ട് നടക്കുന്ന ഒരു പ്രോസസ്സാണ്. അപ്പോൾ ഈ പറഞ്ഞ കൂടി N24/7 സപ്പോർട്ട് ഉണ്ട്. എൻക്വയറീസ് ആയിക്കോട്ടെ, സപ്പോർട്ടിൻ്റെ കേസ് ആയിക്കോട്ടെ, ഫസ്റ്റ് കസ്റ്റമർ പോയിന്റ് വെബ്സൈറ്റിലൂടെയുള്ള ഇൻട്രാക്ഷൻ, അവിടെ നിന്ന് തന്നെ നമുക്ക് അവൈലബിലിറ്റി അറിയാൻ പറ്റും. ആ അവൈലബിലിറ്റിക്ക് അഗെയിൻസ്റ്റ് ആയിട്ട് പാക്കേജസും ബാക്കിയെല്ലാം സെലക്ട് ചെയ്തിട്ട് ഓൺലൈൻ റിസർവേഷൻ സിസ്റ്റമാണ് നടക്കുന്നത്. ഇതേ സംഭവം തന്നെ നമ്മൾ ടെലി അസിസ്റ്റൻസിലൂടെ കസ്റ്റമറിന് വേണ്ടി ബാക്കെൻഡിൽ ബുക്കിങ്ങും ചെയ്ത് കൊടുക്കുന്ന ഒരു സർവീസും 24/7 ഓടുന്നുണ്ട്. സോ വൺസ് എ ബുക്കിംഗ് ഈസ് മെയ്ഡ്, നമുക്ക് 2 സ്റ്റെപ്പാണ്. അത് വണ്ടി ഡെലിവറി കൊടുക്കുന്നതും റിട്ടേൺ എടുക്കുന്നതും. സോ യൂഷ്വൽ സിസ്റ്റം എന്ന് പറയുകയാണെങ്കിൽ നാളത്തേക്കുള്ളൊരു ഓൾമോസ്റ്റ് 95% നമുക്ക് പ്രീ ഷെഡ്യൂൾഡ് ആയിരിക്കും. അപ്പോൾ ആ പ്രീ ഷെഡ്യൂൾഡ് ബുക്കിംഗ്സിനെല്ലാം കസ്റ്റമറിന് ഇന്ന് തന്നെ, ഇന്ന് ഈവനിങ് തന്നെ വിൽ ബി അസൈനിങ് എ ഡെഡിക്കേറ്റഡ് എക്സിക്യൂട്ടീവ്. അത് ഡെലിവറിക്കാണെങ്കിലും ഡ്രോപ്പിനാണെങ്കിലും അസൈൻ ചെയ്യുന്ന സമയത്ത് തന്നെ ഒരു ഓട്ടോമേറ്റഡ് മെസ്സേജ് അവർക്ക് കിട്ടും, വാട്സാപ്പിലൂടെയും മൊബൈലിലൂടെയും കിട്ടും. അതിനകത്ത് അവരുടെ പോയിന്റ് ഓഫ് കോൺടാക്റ്റിന്റെ മൊബൈൽ നമ്പർ, ഡെലിവറി, ബാക്കി ഡീറ്റെയിൽസ് എല്ലാം, ഈവൻ ആള് റിപ്പോർട്ട് ചെയ്യുന്ന മാനേജറിന്റെ കോൺടാക്ട്സ് ചെയ്ത് കൊടുക്കുന്നത് എല്ലാം കിട്ടും. കാര്യം ഇപ്പം ഈവൻ ദോ ഷെഡ്യൂൾ ചെയ്തേക്കുന്ന 12 മണിയാണെങ്കിലും ചിലപ്പോൾ നേരത്തെ വരാം, ലേറ്റ് ആയിട്ടായിരിക്കും വരുന്നത്. അപ്പോൾ അതെല്ലാം കോർഡിനേറ്റ് ചെയ്യാനായിട്ടുണ്ട്. അപ്പം 24/7 സപ്പോർട്ടും പാരലായിട്ട് ഒരു ഡെഡിക്കേറ്റഡ് എക്സിക്യൂട്ടീവിന്റെയും പ്രസൻസ് ഓരോ ബുക്കിങ്ങിനും പിക്കിനും ഡ്രോപ്പിനും ആയിട്ട് അസൈൻഡ് ആയിരിക്കും. സൂപ്പർ. അപ്പോൾ അങ്ങനെയാണ് സിസ്റ്റം വർക്ക് ചെയ്യുന്നത്. ഗ്രേറ്റ്. ഇപ്പം ഞാൻ ഇപ്പം എറണാകുളത്ത് വരുന്ന സമയത്ത് നമ്മുടെ സൗത്തിലും അതുപോലെ തന്നെ അവിടെയൊക്കെ റെയിൽവേ സ്റ്റേഷനിൽ നമ്മൾ ബൈക്സും ഒക്കെ റെന്റ് കിട്ടുന്നത്. 2 wheeler റൈറ്റ് നൗ വി ആർ നോട്ട് പ്രൊവൈഡിങ് ഹോം ഡെലിവറി. കാര്യം നമ്മുടെ ഹബ്ബുകളിൽ നിന്നുള്ള പിക്കപ്പും ഡ്രോപ്പ് ഓഫ് ആണ് നടക്കുന്നത്. അപ്പം എനിക്കിപ്പം കൊച്ചിയിൽ പറഞ്ഞ പോലെ, ഇപ്പോൾ കൊച്ചി എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കളമശ്ശേരിയിലാണ്, ഇത് നമ്മുടെ ഹെഡ് ഓഫീസ് കമ്പനിയുടെ മെയിൻ സെന്റർ ആണ്. പക്ഷേ ഞങ്ങളുടെ തന്നെ സൗത്ത് റെയിൽവേ സ്റ്റേഷൻ, നോർത്ത് റെയിൽവേ സ്റ്റേഷൻ, ആലുവ, തൃപ്പൂണിത്തുറ, ഈ 4 റെയിൽവേ സ്റ്റേഷനിൽ ഞങ്ങൾക്ക് കൗണ്ടേഴ്സ് ഉണ്ട്. അപ്പം ഈ പറയുന്ന സ്ഥലങ്ങളിലാണ് ബൈക്ക് സ്റ്റേഷൻ ചെയ്തേക്കുന്നത്. അവിടെയും ഈവൻ ഈ പറഞ്ഞ പോലെ രാവിലെ 5 മണി തൊട്ട് 11 മണി വരെ 2 ഷിഫ്റ്റിലായിട്ടാണ് ഓപ്പറേഷൻ നടക്കുന്നത്. സോ അവിടെ നിന്നൊക്കെയുള്ള പിക്ക് ഡ്രോപ്പ് ഹാൻഡിൽ ചെയ്യാൻ, ഈവൻ എൻക്വയറി ബുക്കിംഗ് എടുക്കാനായിട്ട് അവിടെ ഡെഡിക്കേറ്റഡ് ആൾക്കാരുണ്ട്. പ്ലസ് കാറ് ഇവിടുന്ന് ആ പോയിന്റുകളിൽ കൊണ്ട് ഡെലിവറിക്കാണെങ്കിലും ഡ്രോപ്പിനാണെങ്കിലും കൊണ്ടെത്തിച്ചിട്ട് അവിടെ നിന്ന് ഹാൻഡിൽ ചെയ്യുന്നത്. ഈവൻ ഹോം ഡെലിവറി ആണെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇവിടെ നിന്നാണ് വണ്ടി കൊണ്ട് കൊടുക്കുന്നതും വണ്ടി തിരിച്ചു കൊണ്ടുവരുന്നത്. ആൻഡ് സിമിലർ രീതിയിൽ എല്ലാ സിറ്റീസിലും നമ്മളിപ്പം 7 സിറ്റിയിലാണ് കറന്റ് ഉള്ളത്. അപ്പോൾ ഈ 7 സിറ്റിയിലും ഇതിനുള്ള ഫെസിലിറ്റി ഉണ്ട്. ടോട്ടൽ എത്ര ടച്ച് പോയിന്റ്സ് ഉണ്ട്? ഇപ്പം 7 സിറ്റിയിലായിട്ട് 30 പോയിന്റ്സിൽ ഉണ്ട്. അതിലൊരു 18 പോയിന്റ്സിൽ ബൈക്ക് ഉണ്ട്, ബാക്കി സ്ഥലങ്ങളിൽ കാറും അവൈലബിൾ ആയിരിക്കും. അടിപൊളി. ഇതിന്റെ ഒരു മാൻ പവർ എങ്ങനെയാണ് അവര് ഹാൻഡിൽ ചെയ്യുന്നത്? കാരണം ഞാനിപ്പോൾ പറഞ്ഞ പോലെ ഞങ്ങൾക്ക് റൗണ്ട് ദ ക്ലോക്ക് ഇറസ്പെക്റ്റീവ് ഓഫ് ഹോളിഡേ ഓർ ഹർത്താൽ, വീക്കെൻഡ്സ്, വി ആർ ഫങ്ഷണൽ. അപ്പോൾ ഞങ്ങൾ ശരിക്കും ഒരു
85% ടീമും രാവിലെ 5 മണി തൊട്ട് ഉച്ചയ്ക്ക് 2 മണി വരെ ഒരു മോർണിംഗ് ഷിഫ്റ്റും ഉച്ചയ്ക്ക് 2 തൊട്ട് രാത്രി 11 മണി ഒരു ഈവനിങ് ഷിഫ്റ്റുമായിട്ട് ആണ് മാനേജ് ചെയ്യുന്നത്. ഇതിന്റെ കൂട്ടത്തിൽ തന്നെ നൈറ്റിലേക്കായിട്ട് ഒരു 10% മാൻ പവർ റൊട്ടേഷനിലും ഉണ്ടാവും. സോ അങ്ങനെയാണ് കവറേജ് കൊടുക്കാൻ പറ്റുന്നത്. അടിപൊളി. അപ്പം നമ്മൾ ഈ വെഹിക്കിൾ നമ്മൾ ബുക്ക് ചെയ്ത് കഴിഞ്ഞ് അല്ലെ വെബ്സൈറ്റിലൊക്കെ വളരെ മനോഹരമായ വെബ്സൈറ്റും പറയുകയാണെങ്കിൽ from Wheels what we are selling is a promise. Either you're making a booking in the future for a particular vehicle at a particular time in a particular city, and it can be dropped ഈക്വലി എവിടെ വേണേലും ചെയ്യാം. അപ്പോൾ ആ പ്രോമിസിൽ ആ പറഞ്ഞ വണ്ടി നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ചെക്കപ്പ് കഴിഞ്ഞ് അവിടെ എത്തിക്കുക. കാര്യം ഇപ്പം പലയിടത്തുനിന്ന് ട്രാവൽ ചെയ്ത് വരുന്ന ആളായിരിക്കും, ഫ്ലൈറ്റിലോ ട്രെയിനിലോ വന്ന് ഇറങ്ങിയ ആ സമയത്ത് ആളുടെ ഫ്രണ്ടിൽ ആൾ പ്രതീക്ഷ വണ്ടി അവിടെ എത്തിക്കുക എന്നുള്ളത് ഇസ് ദ ആക്ച്വൽ ചലഞ്ച്. അതൊരു വലിയ പ്രോമിസ് നമ്മൾ ഡെലിവറി ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് പ്രയോറിറ്റി. അത് തന്നെയാണ് വീൽസിന്റെ വിജയം. എക്സാക്ട്ലി. ഓൺ ടോപ്പ് നമ്മളുടെ ഇപ്പം എന്റെ സ്വന്തം വണ്ടിയാണെങ്കിൽ നമുക്ക് 3000-5000 കിലോമീറ്ററിൽ ചെക്കപ്പുകളും എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് ഒരു ഐഡിയ ഉണ്ടോ? നമ്മുടെ ഓരോ വണ്ടി ഒരു ദിവസം ഒരു 50 കിലോമീറ്റർ 100 കിലോമീറ്റർ പല ആൾക്കാരെ യൂസ് ചെയ്യുന്നത്. അപ്പൊ ഈ പല ആൾക്കാർ മാറി യൂസ് ചെയ്യുന്ന വെഹിക്കിൾ ആ ഷെഡ്യൂളിന്റെ ഇടയിൽ തന്നെ നമ്മൾ ബ്ലോക്ക് ചെയ്ത് കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് അതിൽ രണ്ടുമുണ്ട്. പ്രൊയാക്റ്റീവ് ആയിട്ടുള്ള പീരിയോഡിക് മെയിൻ്റെനൻസും വരുന്നുണ്ട്, റണ്ണിങ് റിപ്പയർസും ബ്രേക്ക് ഡൗൺസ് ഒക്കെ വരികയാണെങ്കിൽ അത് റിയാക്റ്റീവ് ആയിട്ട് ചെയ്യുന്നുണ്ട്. പ്ലസ് നമുക്ക് റോഡ് സൈഡ് അസിസ്റ്റൻസ് എല്ലാ വണ്ടിക്കും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ഒരു 30 കിലോമീറ്റർ റേഡിയസ് ഫ്രം എനി ഓഫ് അവർ ഹബ് വിത്തിൻ 2 hours ഞങ്ങൾ അത് സോൾവ് ചെയ്തിരിക്കും. ഏതൊരു ഒരു റീപ്ലേസ്മെന്റ് വണ്ടി ആയിരിക്കും, ബട്ട് വിൽ ഫിക്സ്. കസ്റ്റമേഴ്സ് കൂടുതലായിട്ടും അവരുടെ സേഫ്റ്റി സൈഡും കൂടി അത് ചിന്തിപ്പിക്കാം. അതിൽ മെയിനായിട്ട് ഞങ്ങൾക്ക് സപ്പോർട്ട് കിട്ടുന്നത് ഒന്ന് ഗ്രൂപ്പിന്റെ തന്നെ ഒരു നെറ്റ്വർക്ക് ആണ്. ഈ 140 സർവീസ് ടച്ച് പോയിന്റ്സ് അക്രോസ് കേരള. അപ്പോൾ അതിന്ന് ഉള്ള സപ്പോർട്ട് കൂടി ഉള്ളതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഈവൻ റിമോട്ട് ഏരിയസിലാണെങ്കിൽ കൂടി ASAP സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നത്. അതെ, ഗ്രേറ്റ്. അപ്പോൾ നമ്മൾ 60 ഫ്ലീറ്റർ അല്ലേ, 61 ഫ്ലീറ്റിൽ നിന്നും ഇപ്പോൾ ഏകദേശം 270 എത്തി നിൽക്കുന്ന വീൽസിന്റെ. ആക്ച്വലി സ്പീക്കിംഗ് ഞങ്ങളുടെ 350ഓളം വെഹിക്കിൾസ് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാര്യം 2018-19 മോഡൽസ് ഒക്കെ ഒരു 4 year 1 lakh kilometers ആയ വണ്ടികൾ ഞങ്ങൾ ഓൾറെഡി ഡീഫ്ലീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം എപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ പുതിയ വെഹിക്കിൾസ് മാത്രമേ നമ്മുടെ അടുത്ത് ഉണ്ടാവുള്ളൂ. സൂപ്പർ. അപ്പോൾ അതിൽ പർച്ചേസിലാണെങ്കിൽ തന്നെ നമ്മൾ ഒരിക്കലും ബേസ് മോഡലിലേക്കൊന്നും അല്ല പോകുന്നത്. ഈവൻ ഇപ്പം കുഷാക്ക് ആണെങ്കിലും ടൈഗൺ ആണെങ്കിലും ഒരു 14 lakh to 24 lakhന്റെ ഓപ്ഷൻ ഉണ്ട്. വിൽ ഓൾവേസ് ഗോ ഫോർ ദ ഫീച്ചർ ലോഡഡ് വെഹിക്കിൾ. കാര്യം ഇപ്പോൾ ഒരു ദിവസത്തേക്കായിരിക്കും ഒരാഴ്ചത്തേക്കായിരിക്കും എടുക്കുന്നത്. അപ്പോൾ ആ വണ്ടീൻ്റെ കംപ്ലീറ്റ് എക്സ്പീരിയൻസ് അതിനുള്ള എല്ലാം സഹിതമാണ് നമ്മൾ കൊടുക്കുന്നത്. ഈവൻ ഇപ്പം ചൈൽഡ് സീറ്റ് ആയിക്കോട്ടെ, ബാക്കി ആക്സറീസ് ആയിട്ട് മൊബൈൽ ഹോൾഡർ, ചാർജർ എല്ലാം ഈവൻ 2-wheelerലാണെങ്കിൽ റൈഡിംഗ് ഗിയേഴ്സ് ആയിക്കോട്ടെ, റൈഡിംഗ് ആക്സറീസ് ആയിക്കോട്ടെ എല്ലാം സഹിതം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഒരു കുനിഷ്ട ചോദ്യമാണ്. ഇപ്പോൾ നമ്മുടെ വണ്ടികൾ ഇപ്പോൾ പോണ വഴിക്ക് എൻ്റെ എന്തെങ്കിലും അപകടം പറ്റിയെന്ന് വിചാരിക്കുക, എങ്ങനെ നമ്മൾ അതിന് കസ്റ്റമറെ? സോ അൾട്ടിമേറ്റ്ലി വണ്ടി ഒരു ബിസിനസ്സാണ്, ഒരു ബിസിനസ് യൂണിറ്റ് ആണ്. എനി ട്രാൻസ്പോർട്ട് വെഹിക്കിൾ നമ്മുടെ ഒരു ബിസിനസ്സാണ്. അപ്പം ഇൻ കേസ് ഓഫ് ആൻ ആക്സിഡന്റ് 2 രീതിയിൽ വർക്ക് ചെയ്യാം. ഒന്നിൽ നമുക്കത് ഡാമേജ് കംപ്ലീറ്റ് ചെയ്തെടുക്കാം, ഓർ ക്ലെയിമിൽ പോവാം. സോ ഡാമേജ് ആണെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഒരു ഇന്റേണൽ ഇൻഷുറൻസ് പോളിസി ഉണ്ട്. സോ അത് വെച്ചിട്ടാണെങ്കിൽ ഒരു 1000, 2000, 3000 എന്ന് പറയുന്ന ഒരു സ്ലാബ് അതെങ്ങനെ വണ്ടി ബുക്ക് ചെയ്യുമ്പോൾ തന്നെ അതിന്റെ കൂട്ടത്തിൽ പാക്കേജിൽ ഇവൻ ഇപ്പോൾ ഒരു 1000-നോ 1500-നോ എടുക്കുന്നതിന് നമ്മൾ ഓൾമോസ്റ്റ് 7000 വരെയുള്ള കവറേജ് കൊടുക്കുന്നുണ്ട്. ഒരു 4000, 5000 എടുക്കുമ്പോൾ 20,000 വരെയുള്ള കവറേജ് നമ്മൾ ഇന്റേണലി തന്നെ കൊടുക്കുന്നുണ്ട്. ഇത് കൂടാണ്ട് എല്ലാ വെഹിക്കിൾസും കോംപ്രിഹെൻസീവ് ഇൻഷുറൻസ് ഉണ്ട്. ഡ്രൈവറിന്, കൂടെയുള്ള ആൾക്കാർക്ക്, വണ്ടീന്, തേർഡ് പാർട്ടി എല്ലാം കവേർഡ് ആണ്. ബട്ട് ഞങ്ങൾ ഇൻഷുറൻസ് ക്ലെയിമിലേക്ക് പോകുമ്പോൾ നമ്മളെ സംബന്ധിച്ച് ഒരു മിനിമം ഒരു 2 to 3 week ആ വണ്ടി ഐഡിലായിരിക്കും. ക്ലെയിം പ്രോസസ്, GD എൻട്രി, ഈവൻ നമ്മുടെ സ്വന്തം വണ്ടി ഇടിച്ചാൽ ഈ പറയുന്ന എല്ലാം ചെയ്യണം. പക്ഷേ ആസ് എ കസ്റ്റമർ വണ്ടി ആക്സിഡന്റ് ആയി അത് ക്ലെയിം വരേണ്ട ഒരു സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ്ലി ഞങ്ങളെ ഇന്റിമേറ്റ് ചെയ്യാന്നുള്ളൊരു ബാധ്യത. ആ ഇന്റിമേഷൻ അഗെയിൻസ്റ്റ് ആയിട്ട് നമ്മൾ തന്നെ അതിന്റെ ബാക്കി ഫോർമാലിറ്റീസ് ക്ലോസ് ചെയ്ത് വണ്ടി റിക്കവർ ചെയ്ത് കൊണ്ടുവരും. ബട്ട് അതിനൊരു ഡൗൺ ടൈം ചാർജസ് വരും. സോ ഇപ്പോൾ 2000, 3000 ഒക്കെ റെന്റ് വരുന്ന വണ്ടിയാണെങ്കിലും പെർ ഡേ ഒരു 1000 ഒക്കെ വെച്ചിട്ട് ഒരു 15 days ചാർജ് ഡൗൺ ടൈം എടുക്കുന്നത്. അതിപ്പോ ഇൻഷുറൻസ് എടുത്തു കഴിഞ്ഞാൽ അതിനകത്തേക്ക് ഇൻഷുറൻസ് എടുത്താൽ ഡൗൺ ടൈമിന് വേണ്ടി അത് കവർ ചെയ്യും. അതെ, 18,000 ഡൗൺ ടൈം പോലും നമ്മൾ അതിൽ കവർ ചെയ്യും. അതെ അല്ലേ, അടിപൊളി. അപ്പം വളരെ കൂടുതലായി ചിന്തിച്ച് അല്ലേ, അതിന് കസ്റ്റമർ സൈഡിൽ നിന്ന് ചിന്തിച്ചിട്ടാണ് എല്ലാ കാര്യങ്ങളും ഡിസൈൻ ചെയ്തിട്ടുള്ളത്. നോക്കുകയാണെങ്കിൽ ഇപ്പം പോലീസിന്റെ ഇൻവോൾവ്മെന്റ് ഉണ്ട്, ഇൻഷുറൻസ് കമ്പനീന്റെ ഇൻവോൾവ്മെന്റ് ഉണ്ട്, ബോഡി ഷോപ്പിന്റെ ഇൻവോൾവ്മെന്റ് ഉണ്ട്, കസ്റ്റമർ സൈഡിലുണ്ട്. അതിപ്പം ഓൺ വെഹിക്കിൾ ആണെങ്കിലും റെന്റൽ വെഹിക്കിൾ ആണെങ്കിലും പിന്നെ നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ ഉള്ളത്. അപ്പോൾ എല്ലാവരുടെ ഷൂസിൽ നിന്നും മാക്സിമം കവർ ചെയ്യാൻ പറ്റുന്ന എല്ലാ ഫേസുകളും നമ്മൾ കവർ ചെയ്തിട്ടാണ് ഈ ഒരു മോഡലിലേക്ക് എത്തിയിരിക്കുന്നത്. എങ്കിലും 270 കാറുകളും 270 മുകളിൽ ബൈക്കുകളും ഉള്ള ഈ ഒരു EVM വീൽസിന്റെ ജേണി
ഇനിയും കൂടുതലായിട്ട് ഈ ഫിനാൻഷ്യൽ ഇയർ എൻഡോട് കൂടി ഒരു 350 കാറും ഒരു 500 ബൈക്കുമാണ് ഞങ്ങളുടെ ഇപ്പോഴത്തെ ഓൺഗോയിങ് പർച്ചേസിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഓ ഗ്രേറ്റ് ഗ്രേറ്റ് ഗ്രേറ്റ്. അപ്പോൾ ഇനിയും നമുക്ക് റോഡിൽ കാണും. We are handling all this with a team of 120 people across Kerala, around the clock. Yes. പണ്ടൊക്കെ ഈ ബ്ലാക്ക് പ്ലസ് യെല്ലോ ബോർഡ് കാണുമ്പോൾ ഇതെന്തായിരിക്കും എന്നൊരു ചിന്ത. ഇപ്പോൾ ഇത് EVM വന്നതിന് ശേഷം ഇതൊരു കോമൺ ആയി മാറ്റിയിട്ടുണ്ട്. അതിൻ്റെ എല്ലാ ക്രെഡിറ്റും വിനയ്ക്കും ടീമിനും ആൻസി മാമിനും EVM ഗ്രൂപ്പിനും തന്നെയാണ്. ഇനിയും ഉയരങ്ങളിലേക്ക് എത്തട്ടെ. താങ്ക് യു.